എല്ലാവർക്കും നമസ്കാരം. ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ജില്ലയ്ക്കകത്തുള്ള ട്രാൻസ്ഫർ രണ്ടാം സപ്ലിമെന്ററിക്ക് മുമ്പ് ഒന്നാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജില്ലയ്ക്കകത്ത് പ്രവേശനം കിട്ടിയ കുട്ടികളുടെ ട്രാൻസ്ഫർ വിളിച്ചിരുന്നു. ആ ട്രാൻസ്ഫറിനുള്ള അപേക്ഷകൾ ഇന്നലെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 27 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ കൊടുക്കാനുള്ള സമയമുണ്ടായിരുന്നു. ആ അപേക്ഷ ഇന്നലെ ഉച്ചവരെ കൊടുത്ത അപേക്ഷകരെയൊക്കെ പരിഗണിച്ച് ഇന്ന് തന്നെ ട്രാൻസ്ഫറിൻ്റെ അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പരിശോധിക്കാവുന്നതാണ്. പരിശോധിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ബാക്കിയൊക്കെ റിസൾട്ടുകൾ പരിശോധിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ അതൊക്കെ ഒരു ശീലമായിട്ടുണ്ടാവും. നമ്മൾ പിന്നെ HSCAP കാൻഡിഡേറ്റ്സ് ലോഗിൻ കയറിയിട്ട് HSCAP കയറി നമ്മൾ കാൻഡിഡേറ്റ്സ് ലോഗിൻ ആ പേജിലേക്ക് എത്തുന്നത് നമുക്ക് പറയേണ്ട കാര്യമില്ല, അറിയാം. കാൻഡിഡേറ്റ്സ് ലോഗിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ജില്ല, ഈ 3 കാര്യങ്ങൾ കൊടുക്കുക. ആ 3 കാര്യങ്ങൾ ആദ്യം കൊടുക്കുമ്പോൾ ശരിയാവില്ല, സാധാരണ അങ്ങനെയാണ് കണ്ടുവരുന്നത്. രണ്ടാമത് ഒരിക്കൽ കൂടി അത് കൊടുത്തു കഴിയുമ്പോൾ ക്ലിക്ക് ചെയ്യും. അങ്ങനെ അപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, നമ്മൾ കൊടുത്ത ജില്ലയും സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ലോഗിൻ ബട്ടൺ ഉണ്ട്. ആ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. ആ പേജിൽ നമുക്ക് എന്ത് കാണാം? ഈ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് എന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ, കിട്ടിയാൽ ഏത് സ്കൂളാണ്, ഏത് കോമ്പിനേഷനാണ്. കാരണം നിങ്ങൾ കൊടുത്തതേ കിട്ടുള്ളൂ, അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ കൊടുക്കാത്ത ഒരു കോമ്പിനേഷനോ, അപേക്ഷ കൊടുക്കാത്ത കോമ്പിനേഷനോ, അപേക്ഷ കൊടുക്കാത്ത സ്കൂളോ യാതൊരു കാരണവശാലും നമുക്ക് കിട്ടില്ല. കുറച്ച് കുട്ടികൾക്കെങ്കിലും കിട്ടാത്തതായിട്ടും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ലോഗിനിൽ കയറി ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് എന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ റിസൾട്ട് കാണാവുന്നതാണ്. അപ്പോൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് എന്ന് പറയുന്ന ലിങ്കിൽ കയറി അത് റിസൾട്ടൊക്കെ കണ്ട് നമ്മൾ അതിൻ്റെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് പ്രിന്റ് ഔട്ട് എടുക്കണം. ആ പ്രിന്റ് ഔട്ട് എടുത്ത് സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളൊക്കെ നാളെയും സ്കൂളുള്ള ദിവസമാണ്. സ്കൂളുള്ള ദിവസമുള്ള ഡയറക്ഷൻ എന്താന്ന് പറഞ്ഞാൽ, സ്കൂളിൽ നിന്ന് പ്രിന്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുത്ത് മറ്റ് സ്കൂളിലേക്കാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നാണ് പ്രിൻസിപ്പൽമാർക്കുള്ള നിർദ്ദേശം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം മൊബൈലിലോ മറ്റോ റിസൾട്ട് ചെക്ക് ചെയ്യാം. പ്രിന്റ് ഒന്നുകിൽ സ്കൂളിൽ നിന്ന് പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ പുറത്തു നിന്ന് എവിടെന്നെങ്കിലും പ്രിന്റ് എടുത്തിട്ട് വേണം ഈ പ്രവേശനത്തിന് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ട്രാൻസ്ഫർ പല രീതിയിലാണ് ട്രാൻസ്ഫർ. അപ്പോൾ ചില കുട്ടികൾക്ക് അതേ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു സ്കൂളിൽ നമ്മളിപ്പോൾ സയൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് സയൻസ് വേണ്ട, എന്നെ കൊണ്ട് അതാവുന്നില്ല, ഞാൻ കൊമേഴ്സിലേക്ക് മാറാൻ അപേക്ഷ കൊടുത്തവരുണ്ടാവും. അങ്ങനെ അതേ സ്കൂളിൽ തന്നെ കൊമേഴ്സിലേക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യണം? ഈ അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് എടുക്കണം. ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ ലെറ്റർ പ്രിന്റ് എടുത്ത് അവരെ ആ ലെറ്റർ പ്രകാരം പ്രവേശനം മാറ്റി കൊടുക്കണം. അങ്ങനെ ഒരു നടപടിക്രമം അതിലുണ്ട്. വെറുതെ നമ്മൾ ആ സ്കൂളിൽ തന്നെയാണല്ലോ എന്ന് വെച്ചിട്ട് ഇവിടുന്ന് അവിടെ പോയി ക്ലാസ്സിൽ ഇരുന്നാൽ പോരാ. ആ പ്രവേശനം മാറ്റി കൊടുക്കുന്നത് പ്രിൻസിപ്പാളാണ്. പക്ഷെ ആ പ്രവേശനം ഔദ്യോഗികമായിട്ട് ഈ പ്രിന്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോയി അതൊക്കെ ഫയൽ ചെയ്ത് അത് കൃത്യമായിട്ട് പ്രവേശനം മാറ്റി കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇതാണ് അതിൽ പറയാനുള്ളത്. അപ്പൊ ചില കുട്ടികൾ ധരിക്കും, എനിക്ക് ഇതേ സ്കൂളിൽ തന്നെയാണല്ലോ കിട്ടിയിട്ടുള്ളത്, അപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് മറ്റേ ക്ലാസ്സിലോട്ട് പോയി ഇരുന്നാൽ മതിയല്ലോ എന്ന്. പോരാ. നിങ്ങൾ അലോട്ട്മെന്റ് ലെറ്റർ, ഈ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് ഔട്ട് എടുത്ത് ബാക്കി നടപടിക്രമങ്ങൾ, ഫീസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ അടയ്ക്കണം. അത് അങ്ങനെ വേണം പുതിയ പ്രവേശനം നമ്മൾ നേടാൻ വേണ്ടി. ഇനി മറ്റ് സ്കൂളിൽ പ്രവേശനം കിട്ടിയ കുട്ടികൾ,
അത് ഒന്ന് പറയാം. മറ്റ് സ്കൂളിലാണ് ഈ കുട്ടികൾക്ക് പ്രവേശനം കിട്ടിയെങ്കിൽ, സ്കൂള് മാറിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ സ്കൂള് മാറിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത് ആ പ്രിൻ്റ് ഔട്ടുമായി പ്രിൻസിപ്പാളിനെ, ഇപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ എടുത്ത് ചെന്ന് ആ പ്രിൻസിപ്പൽ അപ്പം നിങ്ങൾക്ക് ടി സിയും കോണ്ടക്ട് സർട്ടിഫിക്കറ്റും ബാക്കി അസൽ രേഖകളൊക്കെ, നിങ്ങൾ കൊടുത്ത രേഖകളൊക്കെ തന്നെ അവിടുന്ന് തരും. ഇതിൻ്റെ ഒരു ആ നേരത്തേയും ഇപ്പം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി ഈ സ്കൂളിൽ ചേർന്നവരാണ്. അപ്പം നിങ്ങൾക്ക് ഇനി കിട്ടുന്നത്, ഇപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്, മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടി സി SLCയുടെ ടി സി ആയിരിക്കില്ല. നിങ്ങൾക്ക് ഈ സ്കൂളിലത്തെ ടി സി ആയിരിക്കും തരിക. നിങ്ങൾ ഈ സ്കൂളിൽ കുറച്ച് ദിവസം ക്ലാസ്സിലിരുന്നു, അപ്പോൾ അവിടുത്തെ ഒരു ടി സിയാ കിട്ടുക, അവിടുത്തെ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടുക. SLCയിൽ നിങ്ങൾ കൊടുത്ത ടി സിയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും ആയിരിക്കില്ല. ബാക്കിയെല്ലാം നിങ്ങൾ അവിടെ കൊടുത്ത സാധനങ്ങൾ പ്രിൻസിപ്പള് നിങ്ങൾക്ക് തിരികെ തരും. നിങ്ങൾ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് ലെറ്ററും ഈ അസൽ രേഖകളുമൊക്കെ പ്രിൻസിപ്പൽ അടുത്തുനിന്ന് വാങ്ങി നിങ്ങൾ പുതിയ സ്കൂളിൽ പോയി ഔദ്യോഗികമായിട്ട് ചേരണം. കഴിയുമെങ്കിൽ രക്ഷിതാവിനെയും കൂട്ടുക. പുതിയ സ്കൂളാവുമ്പോൾ രക്ഷിതാവ് നിർബന്ധമായിട്ട് ചെല്ലണമെന്നാവും പ്രിൻസിപ്പൽ പറയുക. അപ്പോൾ അത്തരത്തിൽ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് ഈ രക്ഷിതാവിനെയും കൂട്ടി പുതിയ സ്കൂളിൽ പോയി ചേരണം. മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്? അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ പോകണമെങ്കിൽ, ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. അതാണ് നമുക്ക് തെളിവ്. നമുക്ക് ട്രാൻസ്ഫർ കിട്ടി എന്നുള്ളതിൻ്റെ തെളിവ് ഈ പ്രിൻ്റ് ഔട്ടാണ്. ആ പ്രിൻ്റ് ഔട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്ന് ടി സി തരും. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ടി സിയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും, പിന്നെ നിങ്ങൾ അന്ന് പ്രവേശന സമയത്ത് കൊടുത്തിരുന്ന രേഖകളെല്ലാം തരും. ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, SLCക്ക് കിട്ടിയ ടി സിയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റുമാണ് നിങ്ങൾ അവിടെ കൊടുത്തത്. പക്ഷെ നിങ്ങൾക്ക് തരുന്ന ടി സിയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും ഇപ്പോൾ +1 നിങ്ങൾ ചേർന്നതിന് ശേഷമുള്ള ടി സിയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും ആയിരിക്കും. അതേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതെല്ലാം വാങ്ങി ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലെറ്ററുമായിട്ട് നിങ്ങൾ രക്ഷിതാവിനെയും കൂട്ടി പുതിയ സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയി ചേരണം. അതാണ് അതിൻ്റെ ഒരു നടപടിക്രമം. ഈ ചേരാനുള്ള സമയം എന്ന് പറയുന്നത് ജൂലൈ 29 ബുധനാഴ്ച മുതൽ ജൂലൈ 30 വൈകുന്നേരം 4 മണി വരെയാണ്. 2 ദിവസം പൂർണ്ണമായിട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് മൂലം ചേരാനുള്ള സമയമുണ്ട്. ജൂലൈ 29 10 മണി മുതൽ ജൂലൈ 30 4 മണി വരെ. ഇനി ഈ ഫീസുകളുടെ കാര്യം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫീസ് പല കാറ്റഗറി ആയിട്ടില്ല. അപ്പം നിങ്ങൾ നോക്കിയോ, അതേ സ്കൂളിലാണ് കോമ്പിനേഷനെങ്കിൽ, അതേ സ്കൂളിൽ കോമ്പിനേഷൻ മാറ്റമാണെന്ന് വെച്ചോ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്ക് മാറി എങ്കിൽ, നിങ്ങൾ ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ പ്രിൻസിപ്പൽ എടുത്ത് ചെന്ന് നിങ്ങൾ കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്ക് മാറി ചേരണം. അതൊരു നടപടിക്രമമാണ്. പ്രവേശനം മാറ്റി പ്രിൻസിപ്പൽ തരും. അങ്ങനെ ചേർന്ന് അധിക ഫീസ് ഉണ്ടെങ്കിൽ കൊടുക്കണം. അപ്പോൾ കൊമേഴ്സിന് പഠിക്കുന്നതിനേക്കാൾ ഒരു ഇത്തിരി ഫീസ് സയൻസിന് കൂടുതലുണ്ടാവും. കോഷൻ ഡിപ്പോസിറ്റിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റം വരുന്ന അധിക ഫീസ് മാത്രം എന്ത് ചെയ്യണം? നിങ്ങൾ അടച്ചാൽ മതി. വേറെ കൂടുതലായിട്ട് ഒരു ഫീസും, ഈ കോഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസിൽ വരുന്ന എമൗണ്ട് മാത്രം, അധികമായിട്ട് വരുന്നത് മാത്രം നിങ്ങൾ അടച്ചാൽ മതി. എങ്ങനെയാണെങ്കിൽ, നിങ്ങൾ സ്കൂള് മാറിയിട്ടില്ല, കോമ്പിനേഷൻ കോഴ്സ് മാത്രമേ മാറിയിട്ടുള്ളൂ എങ്കിൽ. ഇനി പുതിയ സ്കൂൾ കിട്ടിയവർ, നിങ്ങൾക്ക് സയൻസാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾ പുതിയ സ്കൂളിൽ വേറൊരു സ്കൂളിൽ നിങ്ങൾക്ക് ഇപ്പോൾ സയൻസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ സ്കൂള് മാത്രം മാറിയ കുട്ടികൾ, കോഴ്സ് മാറിയിട്ടില്ല, കോഴ്സ് സെയിം തന്നെ, കൊമേഴ്സിൽ നിന്ന് കൊമേഴ്സിലേക്ക്, സയൻസിൽ നിന്ന് സയൻസിലേക്ക്, ഹ്യൂമാനിറ്റീസിൽ നിന്ന് ഹ്യൂമാനിറ്റീസിലേക്ക്. അങ്ങനെയെങ്കിൽ അവിടെ നിങ്ങൾ ചെന്ന് കോഷൻ ഡിപ്പോസിറ്റും PTA ഫണ്ടും ഇവിടെ കൊടുക്കണം. മറ്റ് ഫീസുകളിൽ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം ഒരേ കോഴ്സാണ് നിങ്ങൾ മാറിയത്. ഇവിടുന്ന് അവിടെയും ഒരേ കോഴ്സിലേക്ക് തന്നെ മാറിയത്. അപ്പോൾ ആ ഫീസുകളിൽ വ്യത്യാസം വരുന്നില്ല. മറിച്ച് നിങ്ങൾ ആ പുതിയ സ്കൂളിൽ കൊടുക്കേണ്ട കോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന സംഖ്യയും PTA ഫണ്ടും നിങ്ങൾ പുതിയ സ്കൂളിൽ കൊടുക്കണം. അത് ഗവൺമെൻറ് ഡയറക്ഷനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ അവിടെ കൊടുത്തു ഇവിടെ കൊടുക്കൂല അങ്ങനെ പറയാൻ കഴിയില്ല.
കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ആദ്യം പ്രവേശനം കിട്ടിയ നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്ന് കോഷൻ ഡിപ്പോസിറ്റും PTA ഫണ്ടും നിർബന്ധമായിട്ട് നിങ്ങൾ തിരിച്ചു വാങ്ങണം. അതും ഗവൺമെന്റ് സർക്കുലർ പറയുന്നുണ്ട്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് നിങ്ങൾ അവിടെ അടച്ചിട്ടുണ്ട്, കോഷൻ ഡിപ്പോസിറ്റും PTA ഫണ്ടും അടച്ചിട്ടുണ്ട്. അത് രണ്ടും തിരികെ വാങ്ങണം. എന്നിട്ട് പുതിയ സ്കൂളിൽ ചേരുമ്പോൾ അവിടെ നിങ്ങൾ അവിടുത്തെ കോഷൻ ഡിപ്പോസിറ്റ് കൊടുക്കണം, അവിടുത്തെ PTA ഫണ്ടും കൊടുക്കേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ ഇനിയൊരു വ്യത്യാസം ഏതാ? പുതിയ സ്കൂള് പുതിയ കോമ്പിനേഷൻ. നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊമേഴ്സ് ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടി, വേറൊരു സ്കൂളിലേക്ക് കിട്ടി. വേറൊരു സ്കൂളിലേക്ക് കിട്ടിയത് സ്കൂൾ മാറി, കൊമേഴ്സ് എന്നുള്ളത് സയൻസായി. അപ്പോൾ സ്കൂളും മാറി, കോഴ്സും മാറി. അങ്ങനെ മാറ്റം വന്നാൽ എന്ത് ചെയ്യണം? പുതിയ സ്കൂളിൽ ചെന്ന് പുതിയ കോഴ്സിന് അധികമായി വരുന്ന ഫീസ്, ഇപ്പം നിങ്ങൾ കൊമേഴ്സിൽ നിന്ന് പിന്നെ സയൻസിലേക്കാണ് മാറുന്നത്. അപ്പോൾ അധികം വന്ന ഫീസ്, അവിടെ സബ്ജക്റ്റുകൾ തമ്മിൽ അധികം ഫീസ് ഉണ്ടാവും, അത് നിങ്ങൾ അടയ്ക്കണം. അധികം വരുന്ന ഫീസ് നിർബന്ധമായിട്ടും അടയ്ക്കണം. അതാണ് ഒരു വ്യത്യാസം. പിന്നെ മാത്രമല്ല, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കോഷൻ ഡിപ്പോസിറ്റും PTA ഫണ്ടും അടയ്ക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്കൂളും മാറുന്ന കുട്ടികളും സ്കൂളും കോഴ്സും മാറുന്ന കുട്ടികളുടെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. രണ്ടെണ്ണവും മാറി. അപ്പൊ അത്തരം കുട്ടികൾ അവിടെ പുതിയ സ്കൂളിൽ ചെന്ന് എന്തൊക്കെ ചെയ്യണം? അവിടെ പുതിയ സ്കൂളില് കോഴ്സുകൾ തമ്മിൽ ഫീസിൽ മാറ്റം ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ആ അധികം വരുന്ന തുക മാത്രം അടയ്ക്കുക ഫീസിനെ സംബന്ധിച്ച്. പിന്നെ എന്തടയ്ക്കണം? കോഷൻ ഡിപ്പോസിറ്റ് അടയ്ക്കണം, PTA ഫണ്ടും അടയ്ക്കേണ്ടതാണ്. അപ്പൊ ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നിർബന്ധമായിട്ടും നമ്മൾ സ്കൂള് വിട്ടു പോരുമ്പോൾ, ഇപ്പൊ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മൾ അവിടെ കൊടുത്ത കോഷൻ ഡിപ്പോസിറ്റും PTA ഫണ്ടും നിർബന്ധമായി തിരിച്ചു വാങ്ങണം. എന്തുകൊണ്ടത് വാങ്ങണം എന്ന് ചോദിച്ചാൽ, നമ്മൾ പുതിയതായിട്ട് ചേരാൻ ചെല്ലുന്ന സ്കൂളിൽ അവർ നിർബന്ധമായിട്ടും കോഷൻ ഡിപ്പോസിറ്റ് ആവശ്യപ്പെടും. അത് നിയമപരമാണ്. അവിടെ PTA ഫണ്ടും ആവശ്യപ്പെടും. അപ്പോൾ രണ്ടിടത്ത് ഇത് കൊടുക്കാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ. കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കണം വേണ്ടി പിന്നെ നമ്മൾ പോരുന്ന സ്ഥലത്ത് വേറൊരു കുട്ടി വന്ന് ചേർന്നോളും. ആ വേറൊരു കുട്ടി വന്ന് ചേരുമ്പോൾ അവിടെ അവർക്ക് അതിൻ്റെ കോഷൻ ഡിപ്പോസിറ്റും PTA ഫണ്ടും അവിടെ കിട്ടിക്കോളും. അപ്പോൾ അവിടുന്ന് പോരുമ്പോൾ നമ്മൾ വാങ്ങുക. പുതിയ സ്കൂളിൽ നമ്മൾ ഈ രണ്ടും, കോഷൻ ഡിപ്പോസിറ്റും PTA ഫണ്ടും നിർബന്ധമായിട്ടും കൊടുക്കാൻ അവർ ആവശ്യപ്പെടും, കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് പോരുമ്പോൾ അതും കൂടി വാങ്ങിയിട്ട് വേണം നിങ്ങൾ തിരികെ പോകാൻ വേണ്ടി. ഇനി നമ്മൾ ഒരു കണക്ക് പറയുകയാണെങ്കിൽ, സ്കൂൾ മാറിയവർ 24,594 പേർക്ക് 24,594 പേർക്ക് സ്കൂൾ മാറ്റം കിട്ടിയിട്ടുണ്ട്. കോഴ്സ് മാറിയവർ 6,902 പേർക്ക് കോഴ്സ് മാറ്റം കിട്ടിയിട്ടുണ്ട്. ഇനി സ്കൂളും കോഴ്സും മാറിയവർ 13,745 കുട്ടികൾക്ക് എന്തായി? സ്കൂളും മാറി, കോഴ്സും മാറിയിട്ടുണ്ട്. ഇനി സ്കൂള് ചേഞ്ചായി, സെയിം കോഴ്സ്, സ്കൂളും ചേഞ്ച്, കോഴ്സും ചേഞ്ച്, അങ്ങനെയുള്ള കുട്ടികൾ 10,799 പേരുണ്ട്. അപ്പോൾ ഇത് നല്ല ഒരു ട്രാൻസ്ഫറിൽ ഒരുപാട്, എന്നാലും ട്രാൻസ്ഫർ കിട്ടാത്ത കുട്ടികളുടെ ഒരു കണക്കും ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ നോക്കണ്ട. ഏത് ട്രാൻസ്ഫറിലും 100% പേർക്ക് ട്രാൻസ്ഫർ കിട്ടാറില്ല എന്നുള്ള ഒരു സത്യമുണ്ട്. കാരണം അങ്ങനെ പിന്നെ ടൈറ്റുള്ള ചില സ്കൂളുകളിലേക്ക് ട്രാൻസ്ഫർ കൊടുത്താൽ കിട്ടണമെന്നില്ല. കാരണം അവിടെ വേക്കൻസി ഉണ്ടാവില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവിടുന്ന് ആരും പോകാനും ഉണ്ടാവില്ല. അവിടുന്ന് ആരെങ്കിലും പോകാനുണ്ടെങ്കിലല്ലേ അവിടെ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അവിടെ വേക്കൻസി വേണം. ഇത് രണ്ടും ഇല്ലാത്ത ചില സ്കൂളുകൾ, അപ്പോൾ അത്ര എല്ലാവരും ചേരാൻ ആഗ്രഹിക്കുന്ന ചില സ്കൂളുകൾ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ കൊടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. സാധാരണ എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ ടെൻഷൻ അടിക്കാനില്ല. ഇനി ഒരു പിന്നെ രണ്ടാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ 1-ാം തീയതി മുതൽ തുടങ്ങും.
ഓഗസ്റ്റ് 1 രണ്ടാം സപ്ലിമെൻ്ററി വരികയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രവേശനവും കൂടെ കഴിഞ്ഞാൽ ജില്ല ജില്ലയ്ക്ക് പുറത്തേക്കുള്ള ട്രാൻസ്ഫർ അനുവദിക്കും. സംസ്ഥാനത്തൊട്ടാകെ ഉള്ള ഒരു ട്രാൻസ്ഫറാണ് അനുവദിക്കുക. ആ സമയത്ത് കുറച്ച് ട്രാൻസ്ഫർ കൂടി നമുക്ക് ഇതല്ലാത്ത കുട്ടികൾക്ക് കിട്ടും. അവിടെ നമ്മൾ ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ജില്ലയ്ക്കകത്ത് ട്രാൻസ്ഫർ കൊടുത്തവർക്ക് അവിടെ ജില്ലയ്ക്കകത്ത് വീണ്ടും ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റുമോ എന്ന കാര്യം നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയ്ക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്ന ഒരു അലോട്ട്മെന്റ് ആണ് അടുത്തത് രണ്ടാം സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം വരാനിരിക്കുന്നത്. ആ സമയത്ത് വീണ്ടും ജില്ലയ്ക്കകത്തൊരു ട്രാൻസ്ഫർ കുട്ടികൾക്ക് അനുവദിക്കുമോ എന്ന കാര്യം പറയാറായിട്ടില്ല. അത് ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ട്രാൻസ്ഫർ അപേക്ഷിച്ച ബഹുഭൂരിപക്ഷം എൻ്റെ കണക്ക് നോക്കുമ്പോൾ ഒരു 80% കുട്ടികൾക്കും ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെ നമ്മൾ ആടി നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ട്രാൻസ്ഫർ കിട്ടിയ കുട്ടികളൊക്കെ തന്നെ ഒരു സ്കൂളിൽ ഉറയ്ക്കാൻ തീരുമാനിക്കുക, കൃത്യമായിട്ട് നമ്മൾ പഠനം തുടങ്ങുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു അറിയിപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത്. ഓക്കെ, കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.